Hi friends, welcome to my YouTube channel Nalina Puduval Kanko. So, ഇന്ന് ഞാൻ ഇന്ത്യ ടൂറിസ്റ്റിനെ കുറിച്ചാണ് കുറേ ഇൻഫർമേഷൻ തരാൻ പോകുന്നത്. എൻ്റെ അടുത്ത് കുറേ ക്ലിപ്പിങ്സ് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ റീസെൻ്റ്ലി സ്വന്തം പോയി എടുത്താണ് ഈ എല്ലാ ക്ലിപ്പിങ്സും. കുറേ വീഡിയോസും ഉണ്ട്. അത് നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുന്നതല്ല. കാരണം ഞാനൊരു വലിയൊരു സോഷ്യലായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒഫീഷ്യലായിട്ട് പ്രൊഫഷണൽ അല്ല ഞാൻ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റും പോലെ എനിക്കറിയുന്ന പോലെ ഈ സമയത്ത് ഞാൻ എന്തൊക്കെയോ എടുത്ത് നിങ്ങൾക്കൊക്കെ മുമ്പിൽ എത്തിച്ചു തരാണ്. ഈ യൂട്യൂബ് പോസ്റ്റിൽ നിന്ന് ഒരു 10 പേരെങ്കിലും 100 പേരെങ്കിലും അത് കണ്ട് ആസ്വദിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും, വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും എനിക്ക്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് നീലകാന്ത മഹാദേവ് ടെമ്പിളിലേക്കാണ്. ഇടയ്ക്ക് പോകുമ്പോഴും നമ്മൾ ജാനകി സേതു സ്കൂൾ വരെ വന്നാലും മാത്രമേ ഇത് നടക്കുള്ളൂ. ഇതാണ് ജാനകി സേതു ബ്രിഡ്ജ്. ലോക്കൽസ് ഇരിക്കാനും പലതും വിൽക്കാനും വാങ്ങാനും ഇവിടെ പോകാനും ഇത് മെയിൻ ഇതാണ്. എവിടേക്ക് പോകണമെങ്കിലും ഇവിടേക്ക് വരണം. ഗംഗാദേവി വളരെ മനോഹരമായി ഒഴുകുന്നുണ്ട് ഈ ജാനകി സേതു ബ്രിഡ്ജിൽ കൂടെ. നോക്കി എന്തൊരു ഒഴുക്കാണെന്ന് നോക്കൂ. ചെറുവിട വേറെ ബ്രിഡ്ജിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ കൂടെ ആകെ പറ്റുന്നത് സ്കൂട്ടർ വരാൻ പറ്റും, ആൾക്കാർക്ക് നടക്കാൻ പറ്റും. സ്കൂട്ടർ പോകണമെങ്കിൽ വേറെ വഴിയുണ്ട്, ആൾക്കാർക്ക് നടക്കാനും പോകാനും വേറെ വഴിയുണ്ട്. ചുറ്റും നെറ്റ് കെട്ടിയത് കൊണ്ട് ശരിക്കും പിക്ചർ പിടിക്കാൻ പറ്റുന്നില്ല. അതുമല്ല പറഞ്ഞില്ലേ, ഒരു വഴി 2 വഴിയും സ്കൂട്ടർ യാത്രക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. നടുക്കുള്ളതാണ് നമ്മുടെ യാത്രികർക്ക് വേണ്ടി. സോ നമ്മളെ വരവേൽക്കുകയാണ് നമ്മുടെ ആഞ്ജനേയ സ്വാമി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. ലോക്കൽ സംഗീതം പാടിക്കൊണ്ട് പോവുകയാണ് ആൾക്കാർ. നമ്മുടെ സാരഥി പ്രീതം സിംഗ് എന്ന ഒരു മധ്യവയസ്കനാണ്. ഇവിടെ കൂടെ 2 പേര് വേറെയുണ്ട്. പഞ്ചാബിൽ നിന്ന് 2 ആൺകുട്ടികൾ. നീലകണ്ഠ മഹാദേവ് അമ്പലത്തേക്കുള്ള വഴിയാണിത്. ഇത് ഫോറസ്റ്റ് ലൈൻ കൂടെ പോകുന്നത്. താഴെ കൂടി ഭംഗിയോടെ നമ്മുടെ ഗംഗ മയ്യ ഒഴുകുകയാണ്. വളരെ മനോഹരമായി 4 ചുറ്റും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഈ സ്ഥലം വളരെ നയനമനോഹരമാണ്. താഴെ കാണുന്ന ഗംഗാ നദിയാണ്. നമ്മുടെ വണ്ടി ഇവിടെ കുറച്ച് സമയം നിൽക്കുകയാണ്. കാരണം ഏതോ മരം വീണത് കാരണം വണ്ടിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു പടിയില്ല. അതിന് ഏകദേശം ഒരു 300ഓളം വണ്ടി ഇപ്പോൾ വഴി തങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെയാണ് ഓരോ ശാഖകൾ ഉണ്ടാവുന്നത് ഗംഗാ നദിക്ക്. നീലകണ്ഠ മഹാദേവ് ടെമ്പിളിലേക്കുള്ള യാത്ര 1 മണിക്കൂർ പോകാനും 1 മണിക്കൂർ തിരിച്ചു വരാനും 1 മണിക്കൂർ അവിടെ തങ്ങാനുമാണ് തന്നിരിക്കുന്നത്. തങ്ങാനെന്ന് വെച്ചാൽ തങ്ങലല്ല, ഇതിലുള്ള അമ്പലങ്ങളും ബാക്കി ബിംബങ്ങളും സ്റ്റാച്യൂസൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദർശനത്തിൻ്റെ സമയമാണ്. എന്നാൽ തിരക്കണം. ചിലപ്പോൾ 1 മണിക്കൂർ മതി, അതിൽ 1.5 മണിക്കൂർ ആണ്ടി വരും. സോ ഞങ്ങൾ 4 പേരും ഒരുപാട് തീരുമാനം എടുത്താലേ പറ്റൂ. ഗംഗാനദി അങ്ങനെ ഒഴുകി വരികയാണ്. നീലകണ്ഠ മഹാദേവിൻ്റെ മന്ദിരത്തിൽ കൂടെ എല്ലാം ഒഴുകുന്നുണ്ടാവും. നീലകണ്ഠ മഹാദേവ് ടെമ്പിളിന്റെ അടുത്തെത്തിയപ്പോൾ തിരക്കാണ് ഈ കാണുന്നത്. നല്ല തിരക്കാണ്. ഞായറാഴ്ച ആണല്ലോ.